മഴതോരും മുമ്പയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ പറയുകയാണ്, 23 വർഷമെടുത്തു സത്യം എല്ലാം ഞാൻ തിരിച്ചറിയാനായിട്ട്. എല്ലാവരും എന്നെ ചതിച്ചു. 23 വർഷക്കാലം പമ്പര വിഡ്ഢിയെ പോലെ ഞാൻ ജീവിച്ചു. ആരുടെയൊക്കെയോ എച്ചിൽ തിന്നുന്ന ഒരു പട്ടിയെ പോലെ എന്ന് പറയുമ്പോൾ സ്റ്റാൻലിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, നീലഗിരിയിൽ വന്ന് അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങൾ എൻ്റെ മുമ്പിൽ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊന്നേനെ എന്ന് പറയും. പക്ഷേ ഞാൻ വീണുപോയി. ഹാർട്ട് അറ്റാക്ക്. 2 ആഴ്ച ഞാൻ ആശുപത്രിയിൽ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ പാകപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിച്ചു. ഒരുപാട് ശത്രുക്കളെ എൻ്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കുറച്ചു. അതിൽ നിങ്ങളും അതേപോലെ തന്നെ എന്നെ പറ്റിച്ച കുഞ്ഞിരാമമേനോനും വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ ബാലൻ പറയാണ്. എനിക്ക് ഇപ്പോൾ ഒരാളോട് മാത്രമേ വൈരാഗ്യവും ദേഷ്യവുമുള്ളൂ. അത് വൈജയന്തിയോടാണ്. അവൾ ഒരുപാട് എന്നെ അടിമയാക്കിയും പുച്ഛിച്ചും അഹങ്കരിച്ചും ഒക്കെ ഒരുപാട് എന്നെ അടിച്ചമർത്തിയിട്ടുണ്ട്. അതിൻ്റെ വൈരാഗ്യം മാത്രമാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും. എന്നിട്ട് അവളൊരു പതിവ്രതയെ പോലെ എന്നോട് പെരുമാറി എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയുടെ സ്വഭാവത്തെപ്പറ്റി ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഇത്രയും ഒരു വൈരാഗ്യം വൈജയന്തിയോടുണ്ട് ബാലചന്ദ്രൻ എന്ന് അറിഞ്ഞപ്പോൾ. എന്നിട്ട് ബാലചന്ദ്രൻ പറയും, അവളെൻ്റെ ലീഗൽ വൈഫാണ്. ഒരു ഇല്ലീഗൽ സന്തതിനെ എനിക്ക് എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് വന്ന ഒരു ലീഗൽ വൈഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം സ്റ്റാൻലിയും ഇതിലൊരു കുറ്റക്കാരനാണല്ലോ. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അയാളിങ്ങനെ മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഇതുവരെയായിട്ടും വൈജയന്തിക്ക് അറിയില്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് സ്റ്റാൻലിക്ക് അറിയാമോ? അവൾക്ക് ഏറ്റവും ശത്രുവായി അവൾ കാണുന്നത് നമ്മുടെ അലീനയെയാണ്, സ്വന്തം മകളെയാണ്. അവളെ അവിടെ നിന്ന് പോയാലേ, എൻ്റെ വീട്ടിൽ നിന്ന് പോയാലേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുച്ഛിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങൾ ഒന്നും അറിയാതെ നിങ്ങൾ ഈ കപട ലോകത്ത് പറ്റിക്കപ്പെടരുത്. നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ പറയും, എനിക്ക് എൻ്റെ മകളെ കാണണം എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ശരി എന്ന മട്ടിൽ ഇങ്ങനെ ഒരു ചിരിക്കുന്ന മട്ടിലിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധനൻ ഹോട്ടലിലേക്ക് വരുവാണ്. അപ്പോൾ എന്നിട്ട് താഴെ വന്നിട്ട് ഗോവർദ്ധൻ ബാലചന്ദ്രനെ വിളിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലി ആയിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട്, ഞാൻ ഇതാ വന്നു ഗോവർദ്ധന എന്ന് പറയും. എന്നിട്ട് താഴത്ത് വന്നിട്ട് ചോദിക്കും, താനെന്താ കുറേ നേരമായി വന്നിട്ടെന്ന് ചോദിക്കും. അപ്പോൾ താനെന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, വെറുതെ വീട്ടിലേക്കൊക്കെ പോയല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, ഇല്ല അത് നന്നായി, ബാലേട്ടൻ്റെ ബാഗ് എടുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, ആരാ ബാലേട്ട ഇവിടെ എന്ന് ഗോവർദ്ധൻ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, എടോ ആ സ്റ്റാൻലി ജോസഫില്ലേ, അയാൾ വന്നിട്ടുണ്ട്, അലീനയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ ആകെ ഇങ്ങനെ ടെൻഷനാവട്ടോ, പേടിയാവട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയും, അയാൾ പറയണു, അയാൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ചാൽ മാത്രമേ അയാൾക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്നാണ് അയാൾ പറയണതെന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയും, അതെന്ത് പരിപാടിയാണ്, ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും അയാൾക്ക് മനസ്സിലായില്ലേ ബാലേട്ടാ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, അതൊരു സ്വാഭാവികമല്ലേ ഗോവർദ്ധന, അയാൾ ഇതുവരെ കാണാത്ത ഒരു മകള് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാലോ, കാണട്ടേടോ, കണ്ട് ബോധ്യപ്പെടട്ടെ എന്നിട്ട് മതി എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, അയാൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം, ഒരു സംശയം ഇല്ലെങ്കിൽ മാത്രം അയാൾ അവളെ സ്വീകരിച്ചാൽ മതി. അയാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ മകളായിട്ട് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും അവകാശത്തോടെയും എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ വീട്ടിൽ ജീവിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ പറയും. അപ്പോൾ ഈ ബാലചന്ദ്രൻ്റെ ഈ നല്ല മനസ്സ് കാണുമ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ അതിശയം കേട്ടോ. എന്നിട്ട് ഗോവർദ്ധൻ പറയും, എനിക്ക് ബാലേട്ടനോർത്ത ടെൻഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ബാലൻ പറയും, എന്നെ പറ്റിയോ, എന്തിനാ ടെൻഷൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, താൻ പാടോ എന്ന് പറയും. എന്നിട്ട് പറയും, താനെന്ന് നമ്മുടെ അഡ്വക്കേറ്റിനെ വിളിക്കണം, നമുക്കൊന്ന് അഡ്വക്കേറ്റിനെ കാണാൻ പോകണം, കുറച്ച് കാര്യങ്ങൾ അയാളെ കൊണ്ട് ശരിയാക്കാനുണ്ടെന്ന് ബാലൻ പറയും. അപ്പോൾ ഗോവർദ്ധൻ പറയും, അന്ന് ഇപ്പോൾ തന്നെ വിളിച്ചേക്കാം ബാലേട്ടാ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നിട്ട് അഡ്വക്കേറ്റിനെ വിളിക്കുകയാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് രാത്രിയായപ്പോൾ സ്റ്റാൻലി ഹോട്ടൽ റൂമിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഒരു റൂം ബോയ് ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയും, എന്തെങ്കിലും വേണേൽ പറയണം കേട്ടോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകും. അതിന് ശേഷം ഇങ്ങനെ
സ്റ്റാൻലി ഇങ്ങനെ മദ്യപിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു കോള് വരും. അത് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ്റെ ആയിരിക്കും, അപ്പച്ചൻ്റെ ആയിരിക്കും. അപ്പോൾ ഫോൺ എടുത്ത് ഹലോ അപ്പച്ച എന്ന് പറയുമ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കും, സ്റ്റാൻലി ലാലിച്ച നീ എവിടെയാ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ കുളത്തൂർ പുഴ ഇല്ല എന്ന് പറയും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, അതെനിക്ക് മനസ്സിലായി, ഞാൻ നിന്നെ അന്വേഷിച്ച് കുളത്തൂർ പുഴയിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ ചോദിക്കും, നീ എവിടെയാ പറ എന്ന് പറയുമ്പോൾ പറയും, ഞാൻ പാലയിലാന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ ചോദിക്കും, പാലയിലോ, അവിടെ ആരെ കാണാൻ വന്നതാ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ ഇവിടെ ഒരു ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ്, അന്ന് പാലയിൽ നിന്ന് വന്നില്ലേ എന്നെ കാണാനായിട്ട്, അയാളെ കാണാനൊക്കെ വന്നാണെന്ന് പറയുമ്പോൾ ഔതക്കുട്ടിച്ചായന് ടെൻഷനാവും കേട്ടോ. എന്നിട്ട് പറയും, അതൊക്കെ വെറും തട്ടിപ്പാണ്, നീ അതിലൊന്നും വീഴരുത്, പിന്നെ ഇതിപ്പോൾ ആകെ പ്രശ്നമാവും കേട്ടോ ലാലിച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയും, വേലിയിലിരിക്കുന്ന പാമ്പിനെ നീ തോളത്തെടുത്ത് വെക്കല്ലേ ലാലിച്ച, അത് ഭയങ്കര പ്രശ്നമാവും, ഒരു ചെറിയ മുള്ള് കൊണ്ടാൽ നമുക്ക് അതിനെ ഒരു വലിയ സൂചി കൊണ്ട് എടുക്കാം, ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടൊരു JCB കൊണ്ടുവന്നാൽ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ കുറേ ഉപമകളൊക്കെ പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും സ്റ്റാൻലിക്ക് ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി ലാസ്റ്റ് പറയുന്നുണ്ട്, തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്നൊക്കെ നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് പറയാം അപ്പച്ചാ, എന്തായാലും ഞാൻ അവളെ കണ്ടിട്ടേ വരൂ എന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, കണ്ടിട്ട് വേഗം ഇങ്ങോട്ട് പോന്നോണം, പിന്നെ കൂടുതൽ കാര്യം അന്വേഷിക്കാനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, എന്നാൽ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ വയ്ക്കുവാണ്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രോഹി കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ ആയിട്ട് നമ്മുടെ ബബിതയും കൃഷ്ണമോളും വരുന്നുണ്ടാവും. അപ്പോൾ ബബിതേനോട് അലീന ചോദിക്കും, ഒരു ചേച്ചി എന്ന നിലയിൽ ഇങ്ങനെ ഉള്ള സ്നേഹം ഉണ്ടല്ലോ. അപ്പോൾ അലീന ചോദിക്കും, ബബിതേ നീ ലഞ്ച് ബോക്സ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ എടുത്തു ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളെ നീയോ? അപ്പോൾ കൃഷ്ണമോൾ പറയും, എനിക്കിന്ന് എക്സാം അല്ലേ, ഞാൻ ലഞ്ച് ഇവിടെ നിന്നാ എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ്. അപ്പോൾ നന്നായി പഠിക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബാലൻ ഇങ്ങനെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ആ സമയത്ത് ഒരു ഫോൺ കോൾ വരും. അപ്പോൾ അത് നോക്കുമ്പോൾ അത് സ്റ്റാൻലി ആയിരിക്കും. അപ്പോൾ സ്റ്റാൻലി കോൾ എടുത്തു കഴിയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും ഹലോ പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കും, എന്താ മിസ്റ്റർ ബാലചന്ദ്രൻ, ബാലചന്ദ്രൻ എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും, എനിക്കെന്ത് പറ്റാൻ എന്ന് ചോദിക്കും. പറയും, അല്ല ഇന്നലെ ഞാൻ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു സന്ദർഭം ഒരുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണെന്ന് സ്റ്റാൻലി പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അന്നൊരു പണി ചെയ്യുക, ഇങ്ങോട്ടേക്ക് പോരെ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ആ വീട്ടിലേക്കോ, ഞാൻ അങ്ങനെ എന്ന് പറയുമ്പോൾ ബാലൻ പറയും, എന്നാ വേണ്ട, ഞാൻ പിന്നെ ഒരു ദിവസം പറയാം എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ഇല്ല ഞാൻ വരും, എനിക്ക് ലൊക്കേഷൻ ഇട്ടോളൂ എന്ന് പറയും. എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും, ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് വരും എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രനോട്. അപ്പോൾ ബാലൻ പറയും, ഇവിടെ വന്നിട്ട് വിളിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും, ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ ആരാന്നാ പറയേണ്ടത്, അല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പലതരത്തിലാവരുതല്ലോ എന്നോർത്ത് ചോദിച്ചാന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, തൽക്കാലം ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നതാണെന്ന് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് ടെൻഷനിൽ ഇങ്ങനെ റൂമിൽ കസേരയിൽ ഇരിക്കുവാണ്. അപ്പോൾ റൂമിലേക്ക് അലീന വരും. അപ്പോൾ അലീന വരുമ്പോൾ ബാലന് ഈ ടെൻഷനൊന്നും അലീനേനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാലൻ ചോദിക്കും, എന്താ ചായ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇനി ചായയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനേ ഉള്ളൂ, ഇപ്പോൾ ഒരെണ്ണം കുടിച്ചില്ലേ, അതൊക്കെ മതി എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, നീ എന്താ എന്നോട് കണക്ക് പറയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, കണക്ക് പറയേണ്ട ചില കാര്യങ്ങൾക്ക് കണക്ക് പറയാൻ തന്നെ വേണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവർ ഒരു അച്ഛനും മകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അലീന ഇങ്ങനെ പയ്യെ ബാലൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, അച്ഛാ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, എന്തിനാ എന്ന് ചോദിക്കും. പറയും, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, ഓർഫനേജിലേക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കണം, ഇനി അത് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലൻ പറയും, എന്ന് പോകാനാ? അപ്പോഴും അലീന പറയും, ഇന്ന് പോകാനാന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, എന്തായാലും ഇന്ന് പോകണ്ട, നമുക്ക് നാളെ പോവാം, ഞാനും വരാം, ഞാനും ആ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കുന്നതും ഒക്കെ നല്ലതാണല്ലോ, നീ പോയി കഴിഞ്ഞാൽ അവർക്കൊരു കുറവ് വരരുതല്ലോ, അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന ഇങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുക. എന്നിട്ട് അലീന പറയും, അച്ഛനിത് എന്ത് പറ്റി, അച്ഛൻ ഇതേവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ബാലൻ പറയും, ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അലീന വാതിൽക്ക് പോകാൻ വേണ്ടി നടന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയും,
അച്ഛാ താങ്ക്സ് എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും ഒന്ന് പോടി പെണ്ണേ എന്ന് പറഞ്ഞ് അങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി അവരുടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നിട്ട് ബാലചന്ദ്രൻ സ്വീകരിച്ച് സ്റ്റാൻലിനെ അകത്തൊക്കെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് സ്വന്തം അച്ഛൻ മകളെ കാണുവാണ്. അപ്പോൾ കാണുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ അലീനേനെ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും എന്താ ഇങ്ങനെ നോക്കുന്നത്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും അല്ല എവിടെയോ കണ്ട പോലെ എന്നൊക്കെ ഇങ്ങനെ പരിങ്ങി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള വളരെ അടിപൊളിയായിട്ടുള്ള നിമിഷങ്ങളുമായിട്ടാണ്, ത്രില്ലിംഗ് ആയിട്ടുള്ള നിമിഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നേക്കണേ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.